വന്നിട്ടുള്ളത് ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വലിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ അത് സൈഡിലൊക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ അതിൻ്റെ വാക്കൊക്കെ പൊട്ടിയതിന് ശേഷം ഉമ്മ ഇങ്ങനെ ചെടി നടാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഗാർഡനിൽ. അപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ ചത്തതിന് ശേഷം കുറച്ച് കാലമായിട്ട് ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതിനെ നമ്മൾ പണിപ്പുരയിലേക്ക് എടുത്തിട്ട് ഒരു ചെറിയൊരു കുളം, ഒരു ഫിഷ് പോണ്ട്, അതിൻ്റെ സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള രീതിയിലൊന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ ഒരു വലിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയതിന് ശേഷം ചെടി നടാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന് മേലെ വളരുന്നുണ്ടായിരുന്ന വേണ്ടാത്ത ചെടികളൊക്കെ എടുത്ത് കളയാണ്. പിന്നെ കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിവിടെ വേറെ മണ്ണ് ഇട്ടിട്ടില്ല, ഇതിനകത്തുണ്ടായിരുന്ന മണ്ണ് വെച്ച് തന്നെയാണ് ഈ എക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പാത്രം കുറച്ച് കാലമായിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിക്കുമായിരുന്നു എന്തെങ്കിലും ഇത് വെച്ച് ചെയ്യണമെന്ന്. അപ്പം കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ചെറിയൊരു മോഡലാണിത്. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പോണ്ട് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടാണ്. ചെറിയൊരു ലോൺ ഏരിയയിൽ വെക്കാനുള്ളൊരു പ്ലാനാണുള്ളത്. ഞങ്ങൾക്ക് ഈ കുളം ഉണ്ടാക്കിയെടുക്കാൻ ആകെ ചിലവായത് 15 രൂപയാണ്. അതായത് 1 കിലോ സിമെൻറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഞങ്ങളിവിടെ ചെറിയൊരു ബാറ്ററി ഉണ്ടായിരുന്നു മുമ്പത്തെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഇവിടെ കിഡ്നി ഷേപ്പിലാണ് പോണ്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണത്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ചെടികളൊക്കെ നടാൻ. വിചാരിച്ച ഷേപ്പ് ആയതിനു ശേഷം നമുക്ക് മണ്ണിൽ വെള്ളം നനച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം. നല്ലൊരു എന്താ പറയുക, മണ്ണൊക്കെ അമർത്തി നല്ലൊരു ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ വീടിന് ചുറ്റും ഒന്ന് നടന്നപ്പോൾ നല്ല ഷേപ്പുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കല്ല് കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് പോണ്ടിൻ്റെയും ചെടിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ വെള്ളച്ചാട്ടത്തിനൊക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. മണ്ണൊക്കെ നല്ലോണം തേച്ച് നല്ലൊരു സ്മൂത്ത് സർഫേസ് ആക്കിയെടുക്കുക. അരുവിയിൽ നിന്നൊക്കെ വെള്ളം വീഴുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ചെറിയൊരു പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞങ്ങളടുത്ത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പമ്പാണ്. അപ്പോൾ അതിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു PVCയുടെ എൽബോ ബെൻഡ് പൈപ്പ് ഇവിടെ ഫിറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മണ്ണൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് സിമെൻ്റ് എടുത്ത് ഈ നനഞ്ഞ മണ്ണിൻ്റെ മേലെ തന്നെ ഒന്ന് വിതറി കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം ഒന്ന് വിതറി കൊടുക്കാം. നമ്മുടെ കുളത്തിൻ്റെ ബേസ് ഒന്ന് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിതരുന്നത്. സിമെൻറ്റ് വിതറിയതിന് ശേഷം നമുക്കിനി കുറച്ച് മണലെടുത്തിട്ട് കുറച്ച് സിമെൻറ്റും എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ പോണ്ടാക്കാൻ വിചാരിച്ച സ്ഥലത്ത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ല തിക്ക് ലെയറായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ നേരത്തെ വെച്ച കല്ലിന് സിമെൻ്റൊക്കെ ആയത് നമ്മളിപ്പോൾ തന്നെ തോർത്തി കളയുന്നതാണ് നല്ലത്. കാരണം പിന്നെ ഉണങ്ങിക്കഴിഞ്ഞ് തോർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സിമെൻറ്റ് പൊടിയോ സിമെൻറ്റിൻ്റെ പേസ്റ്റോ എന്തെങ്കിലും ആയത് ഇപ്പോൾ തന്നെ നമ്മൾ തോർത്തി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കുളത്തിന് നല്ലൊരു ബേസ് ലെയർ, വെള്ളമൊക്കെ കെട്ടി നിൽക്കാൻ നല്ലൊരു ശക്തിയുള്ളൊരു ബേസ് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ളൊരു കോട്ടൻ്റെ തുണി നല്ലോണം സിമെൻറ്റിൽ മുക്കിയിട്ട് നമ്മളിതിൽ സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇപ്പോൾ ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് ചെറിയൊരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടത്. പുറത്തൊക്കെ വലിയൊരു സ്പേസിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു തുണി സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എയർ ബബിൾസ് പാടില്ല. പിന്നെ മാക്സിമം നമ്മൾ ഒരു തുണിയിൽ അല്ലെങ്കിൽ 2 തുണിയിൽ, അതായത് മാക്സിമം ഓവർലാപ്പ് ഇല്ലാതെ ഒരു തുണിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഒന്നിലായില്ലെങ്കിൽ 2ൽ അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ മുറിച്ച് കളയാം. ഇപ്പം നമ്മളിവിടെ പൈപ്പിന് ഉണ്ടാക്കിയെടുത്ത ഹോള് ചെറിയ കട്ടാക്കിയിട്ട് നല്ലോണം ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളം ലീക്ക് ആവാതിരിക്കാൻ നമ്മുടെ തുണിയൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ല കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കോലം. അപ്പം വീണ്ടും ഒരു കോട്ടും കൂടെ സിമെൻറ്റ് ഇതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യാണ് ചെയ്യണത് ഇപ്പം. എന്നിട്ട് 2 ദിവസം നമ്മൾ ഈ സിമെൻറ്റ് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം നനക്കാൻ മറക്കരുത്.
അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇതായിരുന്നു നമ്മുടെ പോണ്ടിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ വീണ്ടും വീടിന് ചുറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെബിൾസും കല്ലും ഒക്കെ തപ്പി ഇറങ്ങി. നമ്മുടെ വീടിന് ചുറ്റും നടന്നാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭയങ്കര ഭംഗിയുള്ള കല്ലൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ശേഖരിച്ചത് ഇതൊക്കെയാണ്. അപ്പം ഈ ചെടികളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു മിനിയേച്ചർ പോണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെടിക്കൊക്കെ ചെറിയ ഇല ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ഒരു പ്രൊപ്പോർഷന് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സിമെൻറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചെടികളൊക്കെ നടാനായിട്ട് അവിടെയുള്ള ലേശം മണ്ണ് നമുക്കൊന്ന് നീക്കം ചെയ്യാം. ഇനി നീക്കം ചെയ്ത മണ്ണിലേക്ക് നമുക്ക് ലേശം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടായിട്ട് നമ്മളെ എടുത്തിരിക്കുന്ന ചെടിയൊക്കെ നടാം. ഞങ്ങളിവിടെ ആദ്യം നടാനായിട്ട് എടുത്തിരിക്കുന്ന ചെടീൻ്റെ പേര് ചൊക്കി എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചൊക്കി ചെടി എന്ന് പറയും. ഇതൊരു കുറ്റിച്ചെടിയാണ്, ഒരു ഷ്രബാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എനിക്ക് തോന്നുന്നു എക്സോറ കുക്കിനിയ ആണെന്ന്. ഒരു മരത്തിൻ്റെ ഫീല് കിട്ടാനാണ് ഈ ഒരു കുറ്റിച്ചെടി എടുത്തിട്ടുള്ളത്. രണ്ടാമതെടുത്ത ചെടിയുടെ പേര് എനിക്ക് അറിയില്ല. ഞാനിപ്പം അറിയുകയാണെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇടാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചാണകപ്പൊടി മിക്സാക്കിയ മണ്ണ് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ പൈപ്പിലേക്ക് മണ്ണ് വീകാതിരിക്കാൻ അതൊന്ന് തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിതൊരു ഔട്ട്ഡോർ പോണ്ടായിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. നമുക്കിത് വീട്ടിനകത്ത് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടും ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യാം. ഇവിടെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ചെടിയായിട്ട് ഞങ്ങൾ പോത്തോസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ബോൺസായി എഫക്റ്റുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. കാരണം ഒരു മിനിയേച്ചർ വേർഷൻ ആയതുകൊണ്ട് ബോൺസായി എഫക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ പമ്പിനെ കുറിച്ച് വിശദമായി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ കല്ലൊക്കെ നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം വീകുന്ന ഒരു എഫക്റ്റ് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കല്ലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാം, ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ മരത്തിൻ്റെ ഒക്കെ ഇടയിൽ മണ്ണൊന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ കല്ലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലോണം വാഷ് ചെയ്ത മണലുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പമ്പിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പമ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയതുപോലെ അത്ര വലിയൊരു ശക്തിയൊന്നും ഇതിനുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു നെറ്റിൻ്റെ കഷ്ണം എടുത്തിട്ട് നമുക്കിതിനൊരു ഫിൽറ്റർ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കല്ലും മണലും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ PVC പൈപ്പിലേക്ക് ഇതിൻ്റെ പൈപ്പും വയറും ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കിയെടുക്കാം. നമുക്ക് വെള്ളത്തിലിടാൻ പറ്റുന്ന, അതായത് സബ്മേഴ്സിബിൾ ആയിട്ടുള്ള പമ്പ്സ് 5 watt അഡാപ്റ്ററിൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന പമ്പ്സ് വളരെ ചീപ്പായിട്ട് 150 രൂപക്കൊക്കെ ആമസോണിൽ കിട്ടും. നമ്മളിപ്പോൾ നട്ട ചെടിക്കൊക്കെ ഒരു നല്ലൊരു പുല്ലിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ചുറ്റും നല്ലൊരു പുല്ലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് മോസസ് പറിക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ് മോസസ്. അപ്പോൾ അത് നല്ല ഒരു ഫിനിഷാണ് മരത്തിനടിയിലൊക്കെ തരുന്നത്. ഇതിൽ മുമ്പുണ്ടായിരുന്ന വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സിമെൻറ്റിൻ്റെ നിറം ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതിലേക്ക് നീല കളറോ ലൈറ്റ് നീല കളറോ സ്കൈ ബ്ലൂ കളറോ എന്തെങ്കിലും കളർ ചെയ്ത് ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് ആക്കിയെടുക്കാം. പക്ഷേ ഇത് ഞങ്ങൾക്ക് കാണുമ്പോൾ സിമെൻറ്റിൻ്റെ അത്ര വലിയ മോശമില്ലാത്തൊരു കളറായിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങളിത് പെയിൻറ്റ് ചെയ്യാൻ പോയിട്ടില്ല.
അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഭംഗി വരുത്താൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കറുപ്പും വെള്ളയും കല്ല് ചുറ്റും വെച്ചിട്ടുണ്ട്. അതിനിടയിൽ മോസസും വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങളുടെ പമ്പ് ഓണാക്കി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന പമ്പായിരുന്നു ഇത്. കുറച്ച് പഴയതാണ്, അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു ശക്തിയില്ല. നല്ല പുതിയ പമ്പായിരുന്നെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു വരവൊക്കെ പെട്ടെന്ന് മനസ്സിലായേനെ. അങ്ങനെ നമ്മുടെ ബോബനെയും മോളിയെയും, അതാണ് കേട്ടോ ഇവരുടെ പേര്, നമുക്കെടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോണ്ടിലേക്ക് ഇട്ട് നോക്കാം. ഇവരെ ഇടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ പോണ്ട് ഉണ്ടാക്കിയത്. ഈ പോണ്ട് ഞങ്ങൾ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് പിടിക്കാൻ നമുക്ക് വേറൊരു ദിവസം പോവാം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഗാർഡനിൽ എവിടെയാണ് വെക്കാൻ വിചാരിച്ചത് അവിടെ കുഴിച്ചിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ആ ഒരു കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് മൊത്തം സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ പോണ്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്ക് പണിയെടുക്കാൻ ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കുഴിച്ചിടാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞു കുളം ഈ കുഴിയിലേക്ക് വച്ചതിന് ശേഷം നമ്മൾ ഒരു കോട്ട് കൂടെ ഗ്രൗട്ട് മിക്സ്ചർ അടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഒരുപാട് അനക്കിയത് കൊണ്ട് അത് പൊട്ടാതിരിക്കാൻ. കുഴിച്ചിട്ടതിന് ശേഷം ഗ്യാപ്പുള്ളിടത്തൊക്കെ മണ്ണിട്ടിട്ട് നല്ലോണം മൂടി. ഇവിടെ കുറേ പൊട്ടിയ ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ് ഇക്കാക്ക്. ആ പൊട്ടിയ സൈഡിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയെടുത്ത്. ഈ പണീൻ്റെ ഇടയിൽ പെട്ടെന്ന് നല്ലൊരു മഴ വന്നു. നമ്മുടെ ഈ കുളത്തിന് ചുറ്റും മണ്ണ് കൊണ്ട് നല്ലോണം തേച്ച് കൊടുത്ത് ഇതിന് ചുറ്റും മോസസ് വെക്കാനാണ് പ്ലാന്. മോസസ് എവിടെയും പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അതിന് കുറച്ച് ഷെയ്ഡ് വേണമെന്നേ ഉള്ളൂ. ഈ മഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് മോസസ്. നമ്മളിപ്പോൾ ഒരു മിനിയേച്ചർ ഗാർഡനോ അല്ലെങ്കിൽ മിനിയേച്ചർ പോണ്ടോ ഉണ്ടാക്കുമ്പം ഒരു ലോണിൻ്റെ അല്ലെങ്കിൽ ഒരു പച്ചപ്പുല്ലിൻ്റെ ഒക്കെ എഫക്റ്റ് ഉണ്ടാക്കാൻ മോസസ് ബെസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിതിലുണ്ടായിരുന്ന ചെളിവെള്ളമൊക്കെ കളഞ്ഞ് ഇതിലെ ചെളിയൊക്കെ വൃത്തിയാക്കി, കല്ലൊക്കെ വീണ്ടും വൃത്തിയാക്കി ഇതിലേക്ക് നല്ല ക്ലീൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്കിത് ഇനിയും വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കൊരു സൈഡിൽ ചെറിയൊരു വീട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയൊരു ഊഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.